കണ്ണൂർ പാനൂർ ചെണ്ടയാട് നടു റോഡിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു എന്നതാണ്. രാത്രി 12:30-ഓടെയാണ് സ്ഫോടനമുണ്ടായത്. 2 തവണ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. വിശദാംശങ്ങൾ ഫെലിക്സ് നൽകും. ഫെലിക്സ്, ഈ നടു റോഡിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവത്തിൽ അന്വേഷണവുമായി പോലീസ് എത്തിയിട്ടുണ്ടോ? ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്? മോദി, ചെണ്ടയാട് കുന്നുമൽ കണ്ടോത്തുംചാലിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. രാത്രി ഏതാണ്ട് 12:30-ഓടുകൂടി റോഡിലേക്ക് ഈ സ്ഫോടക വസ്തു വലിച്ചെറിയുകയാണ് ഉണ്ടായത്. 2 തവണ ശബ്ദം കേട്ടു എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. അങ്ങനെയെങ്കിൽ 2 തവണ ഈ സ്ഫോടനം നടന്നിട്ടുണ്ട്. ഇത് ബോംബാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ ഉഗ്രശേഷിയുള്ള ബോംബ് അല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഏതായാലും ഈ സ്ഫോടക വസ്തുവിന്റെ അവശിഷ്ടങ്ങൾ, റോഡിൽ ചിന്നിച്ചിതറി കിടക്കുന്ന അവശിഷ്ടങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. രാത്രി തന്നെ പാനൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. 2 ദിവസം മുമ്പ് കണ്ടോത്തുംചാൽ പുളിയത്താം കുന്ന് മുകളിൽ ഒരു ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി സമാനമായ രീതിയിൽ ഒരു സ്ഫോടനം നടന്നിരുന്നു. ഈ പ്രദേശത്ത് ഈ വർഷം ജൂൺ 21-നും സമാനമായ രീതിയിൽ സ്ഫോടനം നടന്നിട്ടുണ്ട്. അതും റോഡിലേക്ക് സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞാണ് ആ സ്ഫോടനവും നടന്നത്. അങ്ങനെ ഈ പ്രദേശത്ത് പലപ്പോഴായി സ്ഫോടനം നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഇതിന്റെ പിന്നിൽ, ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ജൂൺ 23-നും സ്ഫോടനം നടന്നിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസവും 2 ദിവസം മുമ്പ് സ്ഫോടനം നടന്നിരുന്നു. പക്ഷേ ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏതായാലും വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറവാണ് ഈ മേഖലയിൽ. അത്തരം പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച ഒരു നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് പാനൂർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ശരി ഫെലിക്സ്.